ഹായ് വെൽക്കം ടു ഫ്ലിക് ബഡ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 10 സിനിമകളെ കുറിച്ചാണ്. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല, IMDbയുടെയും റോട്ടൻ ടൊമാറ്റോസിൻ്റെയും സ്കോർ നോക്കി അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഈ 10 സിനിമകളെയും റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളുടെ ലിസ്റ്റും ഈ സിനിമകളെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനും ഈ വീഡിയോയിൽ ഉണ്ടാവും. അതിനു മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10-ലുള്ളത് ഷാങ്ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദ 10 റിങ്സ് ആണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ഹീറോ ഒറിജിൻ സ്റ്റോറിയാണ്. ഇതുവരെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു ഏഷ്യൻ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാങ്ചിയിലൂടെയാണ് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. മാർഷൽ ആർട്സ് ആണ് ഈ സിനിമയുടെ ബേസിൽ വരുന്നത്. പിന്നെ ഈ ലെജൻഡ് ഓഫ് 10 റിങ്സ്, ഈ 10 റിങ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അതിൽ ഈ ഷാങ്ചി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്, ആളുടെ ഹെറിറ്റേജ്, ആളെങ്ങനെയാണ്, അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു വിഷ്വൽ സ്പെക്ടക്കിളുള്ള ഒരു സിനിമയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് ആകെപ്പാടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മാത്രമാണ് ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നത്. അതർ ദാൻ ദാറ്റ് ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവി തന്നെയാണ്. നിങ്ങൾക്ക് മാർവലിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. 3Dയിൽ നല്ല എഫക്റ്റ് ആയിരുന്നു ഒരു സിനിമയ്ക്ക്. 9th പൊസിഷനിലുള്ളത് 2017 പുറത്തു വന്ന സ്പൈഡർമാൻ ഹോം കമ്മിങ് ആണ്. ടോം ഹോളണ്ട് എന്ന ആക്ടർ സ്പൈഡർമാൻ എന്ന റോള് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സോളോ ഔട്ടിംഗ് ആണ്. കാരണം അതിനു മുമ്പ് നമ്മൾ കണ്ടത് സിവിൽ വാറിലാണ്. സിവിൽ വാറിൽ ടോണി സ്റ്റാർക്ക് ക്യാപ്റ്റൻ അമേരിക്കയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഈ ഒരു സിനിമയിൽ പക്ഷേ സ്പൈഡർമാൻ്റെ സോളോ ഔട്ടിംഗ് ആസ് ഐ സെഡ് ഏർലിയർ. പിന്നെ ഇതിൽ ടോണി സ്റ്റാർക്കിൻ്റെ കാമിയോ അപ്പിയറൻസ് ഉണ്ട്. നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്തത് വോൾച്ചറാണ്. വോൾച്ചർ കോമിക് ബുക്കിൽ സ്പൈഡർമാൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർച്ച് നെമസിസ് എന്ന് തന്നെ പറയാം. അപ്പോൾ വോൾച്ചർ ആയിട്ട് വന്നത് മൈക്കിൾ കീറ്റൺ ആണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും ഹൈലി റേറ്റഡ് ആയതും മാർവലിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതും. 8th പൊസിഷനിലുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ആണ്. 2016 പുറത്തു വന്ന ഈ സിനിമയാണ് ഒരു പക്ഷേ അതുവരെ പോയിക്കൊണ്ടിരുന്ന MCUവിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്നത്. കാരണം അവഞ്ചേഴ്സ് എന്ന ഒരു സൂപ്പർ ഹീറോ ഇനിഷ്യേറ്റീവിൻ്റെ 2 ലീഡേഴ്സ്, 2 വലിയ തലയെന്ന് തന്നെ പറയാം, അവർക്ക് 2 പേർക്കും നടുവിലേക്ക് ഒരു വലിയൊരു പ്രോബ്ലം കടന്നു വരുന്നു. ആ പ്രോബ്ലത്തിൽ അവർ 2 പേരും സ്പ്ലിറ്റ് ആവുന്നു. പിന്നീട് അടി, വെടി, പുക എന്ന് പറയുന്നതല്ലാതെ ഡീപ്പായിട്ട് ഇമോഷണൽ കണക്ഷൻസിൽ റൈറ്റ് ചെയ്തെടുത്ത ഒരു ബ്രില്യൻ സ്റ്റോറി തന്നെയായിരുന്നു സിവിൽ വാർ. അത് മാത്രമല്ല 2016 എത്തിയ സമയത്ത് ആ എയർപോർട്ട് സീൻ, അതായത് ഇപ്പോഴും നമ്മളെല്ലാവരും മാർവൽ ഫാൻസിന് വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആ എയർപോർട്ട് സീൻ, അതായത് ടീം അയൺമാൻ ഒരു സൈഡ്, ടീം ക്യാപ്റ്റൻ അമേരിക്ക, റെഡ് വേഴ്സസ് ബ്ലൂ. ആ സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഹാഷ്ടാഗ് ആയിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സിനിമ ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് സ്റ്റിൽ അൺപാരലൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 8th പൊസിഷനിൽ വന്നിരിക്കുന്നത്. നമ്പർ 7 ഈ ലിസ്റ്റിലുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ആരും എഗ്രി ചെയ്യില്ല. ഇത് പ്യുവർലി പോപ്പുലർ റേറ്റിംഗ് ബേസിലാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ 2018 പുറത്തു വന്നതാണ്. ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ യാതൊരു സൂപ്പർ ഹീറോ മൂവീസും കാണാത്ത ഒരു ടെക്നിക്ക് എംപ്ലോയ് ചെയ്തു. ഇതിൻ്റെ ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ഇസ് ലെജൻഡറി. കാരണം ആദ്യമായിട്ട് വില്ലൻ ജയിച്ച് ഹീറോസ് തോക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നൊരു സിനിമ കൂടിയാണ് ഇൻഫിനിറ്റി വാർ. ഇതിൻ്റെ ഡയറക്ടേഴ്സാണ് റൂസോ ബ്രദേഴ്സ്. അപ്പോൾ റൂസോ ബ്രദേഴ്സ് തന്നെയാണ് ഇനി വരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സും ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ഈ ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെന്താണ് ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലുള്ള ക്യൂരിയോസിറ്റി. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും ഒരുപക്ഷെ ഇമ്പാക്റ്റ് തരുന്നൊരു സീൻ തോറിൻ്റെ വക്കാൻഡയിലേക്കുള്ള എൻട്രി ആയിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ തോർ വക്കാൻഡ എൻട്രി എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ അടിപൊളി വീഡിയോ കാണാൻ പറ്റും. ദാറ്റ് സീൻ വാസ് ലിറ്ററൽ ഗൂസ് ബംസ്. വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ സീൻസ് ഇൻ മാർവൽ എന്ന് തന്നെ പറയാം. നമ്പർ 6th പൊസിഷനിലുള്ളത് 2018 തന്നെ പുറത്തു വന്ന ബ്ലാക്ക് പാന്തർ ആണ്. നമ്മൾ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആദ്യമായിട്ട് കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്. അതിനുശേഷം ചാഡ്വിക് ബോസ്മാൻ എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻ്റ് ആക്ടറിൻ്റെ ഒരു സോളോ ഫിലിം പുറത്തു വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഹൈ ഹോപ്സ് ആയിരുന്നു. ആൻഡ് ദ മൂവി ഡിഡ് നോട്ട് ഡിസപ്പോയിൻറ്റ്. വക്കാൻഡ എന്ന് പറയുന്ന ആ ഒരു
ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഹിഡൻ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് കൺട്രിയെയും അവിടുത്തെ ഓരോരോ ക്യാരക്ടേഴ്സിനെയും അവരുടെ ട്രഡീഷൻസിനെയും അവരുടെ ടെക്നോളജിയും എല്ലാം കാണിച്ചു. വൈബ്രേനിയം എന്ന് പറയുന്ന മെറ്റൽ എത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, എത്രയും വാല്യുബിൾ ആണ്. ശരിക്കും ഒരു പ്ലോട്ട് ഡിവൈസ് എന്നൊക്കെ പറയാം. വൈബ്രേനിയത്തിന് ഇല്ലാത്ത കഴിവൊന്നുമില്ല, വൈബ്രേനിയത്തിനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എടുത്തൊരു സിനിമ കൂടിയാണ് ബ്ലാക്ക് പാന്തർ. പിന്നെ ബ്ലാക്ക് പാന്തറിനെ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആക്കുന്ന രണ്ട് കാര്യം, ഇതിലെ വില്ലൻ കിൽമോങ്കറാണ്. രണ്ട്, ഈ പടത്തിൻ്റെ സൗണ്ട് ട്രാക്കും. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് പാന്തറിൻ്റെ തീം മ്യൂസിക് വളരെ ഐക്കോണിക് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി വാർ കാണുന്ന സമയത്ത് വക്കാൻഡ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു തീം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പവറാണ്. അഞ്ചാമത് ലിസ്റ്റിലുള്ളത് 2014 പുറത്തിറങ്ങിയ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയാണ്. ഈ ഒരു സിനിമയിൽ നമ്മൾ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്തു. സ്റ്റാർ ലോർഡ്, ഡ്രാക്സ്, ഗമോറ, റോക്കറ്റ് റക്കൂൺ, പിന്നെ ഗ്രൂട്ട്, റോണൻ ദി അക്യൂസർ. അതുമാത്രമല്ല താനോസിൻ്റെ കുറച്ചുകൂടിയുള്ള ഒരു എന്താ പറയുക, താനോസിൻ്റെ മോട്ടീവ്സിനെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സിനിമ കൂടിയാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി. ആ ഒരു ഡൈനാമിക്സിൽ MCUയിൽ ഇതുവരെ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി 2 ആൻഡ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി 3 ഇറങ്ങിക്കഴിഞ്ഞു. ബട്ട് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി 1 ഇസ് സ്റ്റിൽ വെരി സ്പെഷ്യൽ. ഗ്രൂട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു ഇമോഷണൽ സെൻറ്റർ എന്ന് തന്നെ എനിക്ക് പറയാം. പിന്നെ അത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തു. ഐ ആം ഗ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ സീരീസ് തന്നെ നമുക്ക് ഗ്രൂട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ക്യൂട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി നമ്പർ 5 നമ്പർ 4 പൊസിഷനിലുള്ളത് 2017 പുറത്തു വന്ന തോറിൻ്റെ തേർഡ് പാർട്ടായ തോർ റാഗ്നറോക്ക് ആണ്. തോർ റാഗ്നറോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആ പോയിന്റ് 2017 വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. വളരെ വിഷ്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതുവരെ ഫോളോ ചെയ്ത മാർവൽ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. അതിന് മെയിൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സിനിമയുടെ ഡയറക്ടറായ തൈക്ക വൈറ്റിറ്റിക്കാണ്. പുള്ളിക്കാരൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിരുന്നത്. തോറും ഹൾക്കും തമ്മിലുള്ള ആ ഒരു അരീന ഫൈറ്റ്, പിന്നെ തോറും ലോക്കിയും തമ്മിലുള്ള ചെറിയ ചെറിയ ബാൻറ്റേഴ്സ്, അതൊക്കെ വളരെ ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ അവസാനം അസ്ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു റയം തന്നെ പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷമാണ് തോറും ബാക്കി റിമൈനിങ് സർവൈവേഴ്സും അവിടുന്ന് സ്പേസ് ഷിപ്പിൽ എർത്തിലേക്ക് വരുന്നത്. അതിനുശേഷം എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്പർ 3 പൊസിഷനിലുള്ളത് 2008 പുറത്തു വന്ന അയൺമാൻ 1 അല്ലെങ്കിൽ അയൺമാൻ ആണ്. ഇതിലാണ് ആദ്യമായിട്ട് റോബർട്ട് ഡൗണി ജൂനിയർ ടോണി സ്റ്റാർക്കായിട്ടും അയൺമാനായിട്ടും നമ്മളുടെ മുന്നിലേക്ക് വന്നത്. ഇതൊരു സൂപ്പർ ഹീറോ ഒറിജിൻ സ്റ്റോറിയാണ്. എങ്ങനെയാണ് ടോണി സ്റ്റാർക്ക് ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് അയൺമാനായിട്ട് മാറിയത് എന്നാണ്. ആ കിഡ്നാപ്പിങ്ങും കേവിലുള്ള സീക്വൻസും ആർക്ക് റിയാക്ടർ ബിൽഡ് ചെയ്യുന്നതും എന്താണ് ടോണിയുടെ ചെസ്റ്റിലുള്ള ആർക്ക് റിയാക്ടറിൻ്റെ പർപ്പസ് എന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇതിൽ വില്ലനായിട്ട് വന്നത് ഒബഡയ സ്റ്റെയിൻ ആയിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ MCUയുടെ ലോങ് റണ്ണിൽ ഒരുപക്ഷെ ഇങ്ങനെ റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഒബഡയ സ്റ്റെയിൻ. ബട്ട് എന്നാലും അയൺമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് കൊണ്ടുതന്നത് ഈ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ എപ്പോൾ നമ്മൾ TV ഇട്ടാലും, പണ്ടൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയാണ്. എനിക്ക് വളരെ ക്ലോസ് ടു മൈ ഹാർട്ടായിട്ടുള്ളൊരു സിനിമയാണ് അയൺമാൻ 1. ടോപ്പ് 2 നമ്മൾ എത്തിയിരിക്കുകയാണ്. ടോപ്പ് 2 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പ്യുവർലി റേറ്റിംഗ് ബേസിലാണ് പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനിതെല്ലാം കണ്ടത് വെച്ചിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. ഞാനിപ്പോൾ പ്യുവർലി IMDbയുടെയും റോട്ടൺ ടൊമാറ്റോസിൻ്റെയും റേറ്റിംഗ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്പർ 2 പൊസിഷനിലുള്ളത് സ്പൈഡർമാൻ നോ വേ ഹോം. സ്പൈഡർമാൻ നോ വേ ഹോമിൽ നമ്മൾ കാണുന്നത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ ക്ലൈമാക്സിൽ മിസ്റ്റീരിയോ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം റൈറ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് നോ വേ ഹോം തുടങ്ങുന്നത്. ഫാർ ഫ്രം ഹോം നിർത്തി അതേ പൊസിഷനിൽ നിന്ന് നോ വേ ഹോം തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം എല്ലാവരും അറിയുന്നു പീറ്റർ പാർക്കർ ആരാണ്, സ്പൈഡർമാൻ ആണ്. അപ്പോൾ അത് വല്ലാത്തൊരു അറ്റൻഷൻ കൊണ്ടുവരുന്നു. അത് MJനെയും നെഡിനെയും ബാധിക്കുന്നു. അപ്പോൾ അതിനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് പീറ്റർ പാർക്കർ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, ഞാൻ ഇത് റിവേഴ്സ് ചെയ്യാൻ വല്ല പരിപാടിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ചെയ്യുന്നതിനിടയിൽ ആ സ്പെല്ല് തെറ്റിപ്പോവുകയും ഈ യൂണിവേഴ്സിലേക്ക് സറൗണ്ടിങ്, അതായത് മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട്
പീറ്റർ പാർക്കറിനെ അറിയാവുന്ന വില്ലൻസും പീറ്റർ പാർക്കറിന്റെ വേരിയൻസും ഈ ഒരു, അതായത് എർത്ത് പ്രൈം അല്ലെങ്കിൽ എർത്ത് 616 എത്തുന്നു. ഇതിൽ വളരെ ബിലോഡ് ആയിട്ടുള്ള നമ്മുടെ പഴയ ആൽഫ്രഡ് മൊളീനയുടെ ഡോക്കോക്കും ഡാഫോയുടെ ഗ്രീൻ ഗോബ്ലിനും പിന്നെ സാൻഡ്മാൻ, ഇലക്ട്രോ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോബി മാഗുവർ ആൻഡ് ആൻഡ്രൂ ഗാർഫീൽഡ് ആ ക്യാമിയോ. അതിപ്പോൾ പറയുമ്പോൾ തന്നെ ആ ഒരു സമയത്ത് തിയേറ്ററിൽ ഈ നെഡ് വന്നിട്ട് മറ്റേ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് വെൻ ടോബി വാക്ക്ഡ് ഇൻ ആൻഡ് വെൻ ആൻഡ്രൂ വാക്ക്ഡ് ഇൻ, ഐ ലോസ്റ്റ് മൈ മൈൻഡ്. കാരണം നമുക്ക് റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് ആൻഡ്രൂ ഒക്കെ നല്ല രീതിക്ക് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഞാനങ്ങുമില്ല ഒരു ഉമ്മ പറയുന്നതാണെന്ന്. ബട്ട് വെൻ ഹി കെയിം ഇൻ, ഓ ദാറ്റ് വാസ് എ ബ്ലാസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അവസാനം ഈ 3 സ്പൈഡർമാൻമാരും കൂടെ ചാടി വരുന്ന ആ ഒരു ഐക്കോണിക് സീനൊക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് സോ ഹൈലി റേറ്റഡ്. അപ്പോൾ സ്പൈഡർമാൻ നോ വേ ഹോം ആണ് ഈ ലിസ്റ്റിൽ നമ്പർ 2 ഈ ലിസ്റ്റിലെ നമ്പർ 1 ഏത് മൂവിയാണെന്ന് ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ മൂവി ഞാൻ ഏത് ലിസ്റ്റിൽ ഏത് റാങ്കിൽ കൊണ്ടിടുമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ദ നമ്പർ 1 മൂവി ഇൻ ദിസ് ലിസ്റ്റ്, ദ മോസ്റ്റ് പോപ്പുലർ മൂവി ഫ്രം IMDb ആൻഡ് റോട്ടൺ ടൊമാറ്റോ ഇസ് 2019 പുറത്തു വന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഇൻഫിനിറ്റി സാഗയുടെ ഫൈനൽ ആക്ട്, അതായത് ഇപ്പോൾ നമ്മൾ മൾട്ടിവേഴ്സ് സാഗയാണ് കാണുന്നത്, അതിന് മുമ്പുണ്ടായിരുന്ന ഇൻഫിനിറ്റി സാഗയുടെ ക്ലോസിംഗ് ആക്ട് ആയിരുന്നു. താനോസ് എന്ന ബിഗ് ബാഡിനെതിരെ ദി എൻറ്റയർ അവഞ്ചേഴ്സ്, അതുവരെയുള്ള എല്ലാ അവഞ്ചേഴ്സും ഫേസ് ഓഫ് ചെയ്യുന്ന ദറ്റ് ഫൈനൽ ആക്ട്. ക്യാപ്റ്റൻ അമേരിക്ക യെല്ലിംഗ് അവഞ്ചേഴ്സ് അസംബിൾ ആൻഡ് ദെയർ ഓൾ ഫൈറ്റിംഗ്, ഇറ്റ് വാസ് ഫാൻ സർവീസ്. അതായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ വരെ ഉണ്ടാക്കിയ മാർവൽ ഫാൻസിന് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. ഇൻഫിനിറ്റി വാറിൻ്റെ അവസാനം 50% ഓഫ് പോപ്പുലേഷൻ ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. ദേ ഗോട്ട് ബ്ലിപ്പ് എന്നാണ് ഇപ്പോൾ അതിന് നമ്മൾ പറയുന്നത്. അവർ ബ്ലിപ്പായി പോയതിന് ശേഷം റിമൈനിങ് ഹീറോസ് എങ്ങനെ അതിലേക്ക് കോപ്പപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ലിങ്കിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ആണ്. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട് ക്വാണ്ടം റെയിമിലേക്ക് സ്കോട്ട് ലാങ് പോകുന്നത് ആൻഡ്മാൻ. അപ്പോൾ ആൻഡ്മാൻ തിരിച്ച് വന്നിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് MCUവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ വളരെ ഒരു വലിയ സിനിമയായിരുന്നു. ഇതും എഗെയിൻ റൂസോ ബ്രദേഴ്സ് തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആൻഡ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എങ്ങനെയാവും, എന്തായിരിക്കും അവരുടെ പ്ലാൻ എന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. 4 വർഷം വെയിറ്റ് ചെയ്യണം, എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. സോ ഇതാണ് വീഡിയോ. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ലിസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ ആം അരവിന്ദ്. ബൈ.